ഹായ് സർ. സർ, നമ്മുടെ DBS പ്രൊസീജിയർ, അതിൽ നമ്മൾ തലച്ചോറിലേക്ക് കറണ്ട് കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണല്ലോ. പൊതുവെ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഭയമുണ്ട്. അപ്പം അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് പൊതുവെ ഉണ്ടാവാറുണ്ടോ? ആ പറയുന്നത് ശരിയാണോ? എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നമ്മൾ ഈ DBS ഇംപ്ലാന്റേഷൻ പ്രൊസീജിയറിൻ്റെ സമയത്താണ് സാധാരണ നമ്മൾ ഈ പേടിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുക. കാരണം താക്കോലിൽ കീഹോൾ വഴി ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ ഈ വയർ അഥവാ ഇലക്ട്രോഡ് ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. പക്ഷേ നമ്മൾ ഈ പ്രൊസീജിയറിന് മുമ്പ് തന്നെ നമ്മൾ MRI മറ്റുമൊക്കെ കൊടുത്ത് നമ്മുടെ രക്തക്കുഴലുകളുടെ പൊസിഷനെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇലക്ട്രോഡ് അഥവാ ഈ വയർ കൃത്യമായിട്ട് ബ്രെയിനിൽ കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലൊരു ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ 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 അപൂർവമാണ്. അതുപോലെ തന്നെ ഈ ലീഡ് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് ഇൻഫെക്ഷൻ്റെ റിസ്ക് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ രോഗികളെ വളരെ കെയർഫുള്ളായിട്ട് അവർക്ക് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള പരിശോധനകൾ നടത്തുകയും ആ വൂണ്ടിൻ്റെ കൃത്യമായിട്ടുള്ള കെയർ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ മുറിവ് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പിന്നെ ഉള്ളത് ഈ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് കറണ്ടിൻ്റേതായ ചില പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ചിലർക്ക് സംസാരത്തിൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയ വ്യത്യാസം വരികയും അതുപോലെ തന്നെ നടത്തത്തിൻ്റെ വേഗതയ്ക്ക് ചിലർക്ക് അപൂർവമായിട്ട് വ്യത്യാസം വരികയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് നമ്മൾ ഈ കൊടുക്കുന്ന കറണ്ട് അതിന് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നത് കൊണ്ട് വരുന്നതാണ്. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ നമുക്ക് സെഗ്മെൻറ്റഡ് ഇലക്ട്രോഡ്സ് അഥവാ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഇലക്ട്രോഡിനെ 3ആയിട്ട് ഭാഗിച്ചിട്ട് നമുക്കൊരു ഡയറക്ഷനിലേക്ക് മാത്രം കറണ്ട് കൊടുത്ത് ഈ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും വന്നാൽ തന്നെ അത് ഒഴിവാക്കാനുള്ള മെക്കാനിസവും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് പൊതുവേ DBS സർജറിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാമെങ്കിലും അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. താങ്ക് യു സാർ.